ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്ന കർത്താവിന്റെ ജനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ജോഹർമൻ മിനിസ്ട്രി ബഹുമാനപ്പെട്ട MJ എബ്രഹാം പാസ്റ്റർ നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങൾക്ക് അടുത്ത കാലത്താണ് വ്യക്തിപരമായി ഏറെ ഇടപെടാൻ ഇടയായത്. ഞാൻ US വന്ന 10 വർഷം മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അടുത്തിടയ്ക്കാണ് കൂടുതൽ ഇടപെടാൻ ഇടയായി തീർന്നത്. കർത്താവിദാസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാട്ടുപാടി സഹായിച്ച പ്രിയ നോബിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ നിങ്ങളോടൊപ്പം ഇന്ന് രാത്രിയില് അല്പസമയം വചനവുമായിട്ട് കടന്നു വരുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ദൈവത്തിന്റെ എല്ലാവിധമായ കൃപകൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സ് പലരെയും കാണുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ PC വർഗീസ്, പാസ്റ്റർ CV ജോസഫ്, PS തോമസ് പാസ്റ്റർ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ദേവദാസന്മാരെ അനേകരെ ഇവിടെ കാണുന്നു. അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ എല്ലാവരുടെയും പേര് എൻ്റെ മുന്നിൽ കാണുന്നില്ല. എന്നാൽ അതിനു മുമ്പ് ഞാനിങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഒത്തിരി പേരുടെ കണ്ടു. എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ചുള്ള ഇന്ന് രാത്രിയിലെ കൂട്ടായ്മ അല്പസമയം വചനം ചിന്തിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ബലമാകണം. വചന ശുശ്രൂഷ പ്രസംഗം ധാരാളം നമുക്കുണ്ട്. നമുക്ക് പ്രസംഗങ്ങൾക്ക് ഒരു കുറവുമില്ല. പ്രസംഗങ്ങളുടെ ഒരു എല്ലാ കാലത്തെക്കാളും അധികം ചാനലുകൾ, ഇഷ്ടംപോലെ ടെലിവിഷൻ ചാനലുകളും ഒക്കെ നമുക്കുണ്ട്. പ്രസംഗങ്ങൾ അല്പം കൂടുതലാണോ എന്നാണ് ചിലപ്പോൾ തോന്നാറുള്ളത്. ചിലപ്പോഴൊക്കെ ഞാൻ ദൈവങ്ങളോട് പറയും, ഈ പ്രസംഗത്തിന്റെ പുറകെ ഈ നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കാതെ ആ സമയത്ത് നിങ്ങൾ പോയിരുന്ന് ബൈബിൾ പഠിക്കുക എന്ന് ചിലപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലരോട് ചോദിച്ചിട്ടുണ്ട്, സ്നേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററുടെ പ്രസംഗം കേൾക്കണോ അതോ ആ സമയം കൂടെ ഞങ്ങൾ പോയി ബൈബിൾ പഠിച്ചാൽ മതിയോ? തമാശയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയും, അങ്ങനെയാണ് പറയണമെങ്കിൽ അങ്ങനെ ചെയ്യണം. കാരണം പ്രസംഗം കൂടുകയും വചനം കുറയുകയും ചെയ്തിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിന്തയിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രസംഗങ്ങൾ കൂടുന്നു, ദൈവവചനം കുറയും. ദൈവത്തിന് സ്തോത്രം. അനേക പ്രസംഗങ്ങളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പ്രസംഗമാണ്, എന്നാൽ ദൈവവചനത്തിന് സ്ഥാനം വളരെ കുറഞ്ഞു പോകുന്നു. ഒരു വാക്യത്തിന്റെ അറ്റമെടുത്തു അങ്ങ് പോയി അവരുടെ ചിന്തകൾ മാത്രം പറയുന്ന അവസ്ഥയിലേക്ക്. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ സജി വർഗീസും ലൈനിൽ കാണുന്നു. എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകർ പലരെ ഈ കൂട്ടത്തിലുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ ചെറിയ ഒരു ചിന്ത വേഗത്തിൽ പറഞ്ഞ് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേക പ്രേരണയുണ്ട്. എൻ്റെ സ്നേഹിതൻ, എൻ്റെ സഹോദരനാണ് ബ്രദർ ജേക്കബ് പാലത്തിങ്കല്. എൻ്റെ അടുത്ത് താമസിക്കുന്നു. കർത്താവിദാസനെ ഓർത്ത് ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഒരു അത്ഭുതം നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് നല്ല വിശ്വാസം കർത്താവ് കൊടുത്തിരിക്കുന്നു. നല്ല വിശ്വാസം. ഹല്ലേലൂയ. ആ വിശ്വാസം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മറ്റെല്ലാത്തിലും അധികം യേശു കർത്താവ് പ്രവർത്തിക്കും. നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തവർക്കായി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. 6:30 തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചല്ലോ. ദൈവം സഹായിക്കട്ടെ. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് വളരെ പരിചയമുള്ള 2-3 വാക്യങ്ങൾ മാത്രം വായിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് മാത്രമല്ല, ചില ചിന്തകൾ മാത്രം പറഞ്ഞു നിർത്താനാണ് താല്പര്യപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23, 24, 25 വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ ശ്രുതി സുറിയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. 25-ാം വാക്യം. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. കർത്താവിന്റെ മിനിസ്ട്രിയെ കുറിച്ചുള്ള മത്തായിയുടെ പ്രാരംഭ ഭാഗത്ത് നൽകുന്ന ഒരു സമ്മറി ആയത്, വളരെ സമ്മറൈസ് ചെയ്ത് 3 വാക്യങ്ങൾക്കകത്ത് കർത്താവ് ചെയ്ത ശുശ്രൂഷയെ കുറിച്ചൊരു സമ്മറി. പിന്നെ ചില സംഭവങ്ങൾ,
എല്ലാ സംഭവങ്ങളും ഇല്ല, സമ്മറി ഒന്ന് തന്നിട്ട് പിന്നെ ചില സംഭവങ്ങൾ. അതിനു മുമ്പ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട അനുഭവം, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന അനുഭവം, ഇങ്ങനെയൊക്കെ ഉള്ള 1-2 കാര്യങ്ങൾ മാത്രമാണ് അതിന് മുമ്പുള്ളത്. ഇത്രയും വളരെ സംക്ഷിപ്തമായ ഒരു വിവരണം നൽകിയിട്ട് ഗിരിപ്രഭാഷണം എന്ന് നമ്മൾ വിളിക്കുന്ന കർത്താവിന്റെ ഉപദേശം, പ്രസംഗം, ഇവിടെ മേളിൽ എഴുതിയിരിക്കുന്നത് ഉപദേശിച്ചു, പ്രസംഗിച്ചു, അതിന്റെ രണ്ടിന്റെയും ഒരുമിച്ച് ചേർത്ത ഒരു സമ്മറി. എന്നെങ്കിലും കരുതുന്നത് കർത്താവ് ഒറ്റ ഇരിപ്പിൽ പ്രസംഗിച്ചതാണ് ഈ 5, 6, 7 അധ്യായങ്ങൾ എന്നാണ്. അങ്ങനെ വരാൻ സാധ്യതയില്ല. കർത്താവ് ആവർത്തിച്ച് തന്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചു എന്ന് കാണുന്ന ഭാഗങ്ങൾ പലയിടത്തുമുണ്ട്. അങ്ങനെ കർത്താവ് അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ അതിൽ പലപ്പോഴും മലമുകളിലാണ് ചെയ്തത്. ചില സന്ദർഭങ്ങളിൽ താഴ്വരയിൽ നിന്നും ഉപദേശിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ടീച്ചിങ്ങിന്റെ ഏറ്റവും നല്ല ഒരു സമ്മറി, കണ്ടന്റിന്റെ സമ്മറിയാണ് ഗിരിപ്രഭാഷണം. ഇവിടെ ആദ്യം പറയുന്ന അവരെ ഉപദേശിച്ചു, പ്രസംഗിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അതാണ് 5, 6, 7 അധ്യായങ്ങൾക്കകത്ത് നമ്മൾ കാണുന്നത്. 5, 6, 7 അധ്യായങ്ങൾക്കകത്ത് ഒരു ടീച്ചിങ്ങിന് ഇന്ന് സമയമില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഏറ്റവും ചുരുക്കമായിട്ട് നിർത്താൻ താല്പര്യപ്പെടുന്നു. ആ 3 അധ്യായങ്ങൾക്കകത്ത് യേശു കർത്താവ് തന്റെ പിന്നാലെ വരുന്ന എല്ലാവരോടും, ശിഷ്യഗണങ്ങളോട് പറയുന്ന സന്ദേശമാണ് നാം ഗിരിപ്രഭാഷണം എന്ന് വിളിക്കുന്ന സന്ദേശം. അതിനകത്ത് കർത്താവ് പറയുന്ന ഏറ്റവും സവിശേഷമായ കാര്യം, every individual is under the watchful eye of the heavenly Father. സ്വർഗസ്ഥനായ പിതാവിന്റെ കണ്ണിൻ മുമ്പിലാണ് ഓരോ ജീവജാലങ്ങളും, മനുഷ്യനും ചരിക്കുന്നത്, ജീവിക്കുന്നത്, മുൻപോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ ടീച്ചിങ്. സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ നമ്മുടെ ജീവിതത്തില് ഒരു മുടി പോലും താഴെ പോകത്തില്ലെന്ന് കർത്താവ് അങ്ങ് പഠിപ്പിക്കുകയാണ്. കർത്താവ് തന്റെ ശിഷ്യഗണത്തെ പറഞ്ഞ് ഹൃദയത്തിനകത്ത് ഇറ്റ് ഹാസ് ടു സിങ്ക് ഡീപ് ഇൻ ദ ഹാർട്ട്, ഹൃദയത്തിൽ ആഴത്തിൽ വേരുന്നുണ്ട് കാര്യം. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കാനുള്ളതുമായ എല്ലാ കാര്യങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ ആർദ്രമായി സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ആ സ്വർഗസ്ഥ പിതാവിന്റെ കണ്ണ് വെട്ടിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതിന് 2 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം, സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ ഒന്നും ഭവിക്കാത്തത് കൊണ്ട് വചനം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന വചനമുള്ളത് കൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ കണ്ണിൻ മുമ്പിൽ ഞാൻ എപ്പോഴും ആയിരിക്കുന്നത് കൊണ്ട് എന്റെ ഇന്നത്തെ വേദനയും രോഗവും പ്രയാസവും കഷ്ടതയും എല്ലാം നന്മയ്ക്കാക്കി തീർക്കുവാൻ എന്റെ പിതാവിന് ഇഷ്ടമാണ്. സ്വർഗസ്ഥനായ പിതാവ്, ഹല്ലേലൂയ, പിതാവ് എന്ന് യേശു വെളിപ്പെടുത്തിയെങ്കിൽ ആ ആർദ്രത, ആ സ്നേഹത്തിന്റെ ആഴം, അത് നാം മറക്കരുത്. അത് ഒന്നാമത്തെ സന്ദേശം. അതിന്റെ മറുവശം, ഒരു കോയിന്റെ 2 വശം എന്നതുപോലെ അതിന്റെ മറുവശം, അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ കണ്ണ് വെട്ടിച്ച് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ ഇടയാകരുത്. പാപത്തിൽ വീഴുമ്പോൾ നമ്മുടെ ധാരണ, നമ്മൾ ഇങ്ങനെ കർത്താവ് ഒരു ലെൻസിലൂടെ നോക്കുന്നു, കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ആ ലെൻസ് മറച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്ന കർത്താവ് യേശു പഠിപ്പിക്കുകയാണ്, ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. ആ കണ്ണ് മറച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് ഏറ്റവും വലിയ സന്ദേശം. നമ്മെ ആർദ്രമായി സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവമുണ്ട്. അതോടൊപ്പം തന്നെ you can't hide from that heavenly father's eyes. ആ പിതാവിന്റെ കണ്ണിൽ നിന്നും നമ്മെ ഒളിക്കുവാൻ ഇടയാകരുത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ മനോഹരിത ഉണ്ടാകുന്നത്. ഗിരിപ്രഭാഷണം, നമ്മുടെ മീറ്റിംഗിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഓൺലൈൻ റിവൈവൽ മീറ്റിംഗ് എന്ന്. ഞാൻ
റിവൈവലിനെ കുറിച്ച് പ്രസംഗിച്ചാൽ 4 ദിവസം പ്രസംഗിക്കണം, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. എങ്കിലും രണ്ട് വാക്ക് ഒറ്റ വാക്കിൽ പെട്ടെന്ന് പറയാം. റിവൈവൽ എന്ന് പറഞ്ഞ് യേശുവിനെ അറിയുന്നതാ. യേശുവിനെ അറിയാന്ന് പറഞ്ഞാൽ അവന്റെ വചനം അറിയുന്നതാ. യേശുവിനെ അറിയാനായിട്ട് നോയിങ് ജീസസ്, നോയിങ് ഹിസ് വേർഡ്, ദാറ്റ് ഈസ് റിവൈവൽ. ചരിത്രത്തിൽ പുറകോട്ട് നോക്കിയാൽ വചനത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ആ റിവൈവൽ ഉണ്ടായിട്ടുള്ളത്. ദൈവവചനത്തിലേക്ക്, തിരുവെഴുത്തുകളിലേക്ക് മടങ്ങി പോവുകയാണ്. ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ കുറുക്ക് വഴി തേടും. മതങ്ങളെല്ലാം കുറുക്ക് വഴിയാണ്. കർത്താവ് നമ്മെ പഠിപ്പിച്ചത് റിവൈവൽ എന്ന് പറഞ്ഞാല് മെന്റിങ് റിലേഷൻഷിപ്പ്, അതാണ് സ്പിരിച്വാലിറ്റി, ആത്മീയത. എന്നാൽ മതങ്ങള് റിച്വലിസം പഠിപ്പിച്ചു. മതങ്ങൾ എളുപ്പമാർഗം, നമുക്കുമുണ്ടൊരു എളുപ്പമാർഗം, 7 ഉപദേശം, ഇനി അതിനപ്പുറം ഒന്നും ചെയ്യണ്ട. അങ്ങനൊന്നും വേദപുസ്തകത്തിലില്ല. വേദപുസ്തകത്തിനകത്ത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം. കർത്താവ് പറഞ്ഞ എല്ലാ വാക്കുകൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് ആദിയോടന്തം പ്രാധാന്യമുണ്ട്. എന്നാൽ നമ്മൾ എളുപ്പമാർഗം കണ്ടുപിടിച്ചു. റിച്വലിസം 7, 5, 3 ഇങ്ങനെ എളുപ്പമാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾ റിലിജിയൻസ് ഷോർട്ട് കട്ട്സ്. എന്നാൽ യേശു പഠിപ്പിച്ചത് റിവൈവൽ എന്ന് പറഞ്ഞാൽ മെന്റിങ് റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള ബന്ധം മെന്റ് ചെയ്യുക. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ആ റിവൈവൽ. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാല് ആരോടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓടിപ്പോയി അത് പരിഹരിക്കും. രാത്രി ചിലരോട് വളരെ സ്പഷ്ടമായിട്ട് കർത്താവ് ഇടപെടുന്നു, വിശദീകരിക്കാൻ ഇന്ന് രാത്രി സമയമില്ല. ദൈവത്തിന് സ്തോത്രം. റിവൈവൽ എന്ന് പറഞ്ഞാൽ മെന്റിങ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിലെ വിള്ളലുകൾ മാറ്റിയെടുക്കുന്നതാണ് റിവൈവൽ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവമായ കർത്താവിനോടും ദൈവമായ കർത്താവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരോടും ആരോടെങ്കിലും ബന്ധങ്ങൾ മെന്റ് ചെയ്യുവാൻ, വിള്ളലുകൾ കെട്ടിപ്പണിയുവാൻ തടസ്സമായി കിടക്കുന്നുണ്ടെങ്കിൽ റിവൈവൽ താമസിക്കും, ഉണർവ് താമസിക്കും. ഉണർവ് വേഗത്തിൽ നടക്കണമെങ്കിൽ മെന്റ് റിലേഷൻഷിപ്പ് വേഗത്തിൽ ആ ബന്ധങ്ങളുടെ അകലം പരിഹരിക്കണം. സ്പിരിച്വാലിറ്റി. മതങ്ങൾക്ക് റിച്വലിസം ഉണ്ട്, എന്നാൽ ആത്മീയതയും മതവും 2 തട്ടിലാണ്. ആത്മീയത പറയുകയാണ് ഹല്ലേലൂയ. എവിടെയാ റിവൈവൽ നടക്കുന്നത്? ഇവിടെയാണ് നടക്കേണ്ടത്. ഓരോ വ്യക്തികളും ആ ഉണർവ് നടക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമൂഹം ഇന്ന് റിവൈവലിന്റെ ഏറ്റവും ആവശ്യമായ സമൂഹമായി മാറിയിരിക്കുന്നു. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഇന്ന് ഏറ്റവും അധികം റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്. കാരണം ബന്ധങ്ങളിൽ ഏറ്റവും വിള്ളൽ ഇപ്പോൾ നമ്മുടെ ഇടയിലാണ് കണ്ടുവരുന്നത്. അങ്ങനെ ബന്ധങ്ങൾക്ക് വിള്ളൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മുടെ പ്രതിസന്ധികളുടെ എല്ലാം അടിത്തട്ടി കിടക്കുന്നത് ബന്ധങ്ങളിലെ വിള്ളലല്ലേ? കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ബന്ധങ്ങളിലെ വിള്ളലുകള് യേശു ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത്. എന്റെ വാത്സല്യ ദൈവജനമേ, ആ ബന്ധങ്ങളുടെ വിള്ളലുകൾ മാറ്റുവാൻ, പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ വിള്ളൽ, പരസ്പരമുള്ള വിള്ളലുകൾ അകറ്റണം. ഭാര്യയും ഭർത്താവുമായിട്ട്, പേരൻസും കുഞ്ഞുങ്ങളുമായിട്ട്, സഹോദരങ്ങൾ തമ്മിൽ, സഭയിൽ ജനങ്ങൾ തമ്മിൽ ഉണ്ടായ ബന്ധങ്ങൾക്ക് ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എന്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. ഹല്ലേലൂയ. ഐ നീഡ് റിവൈവൽ. നാം ഓരോരുത്തർക്കും റിവൈവൽ ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് പോകും. അതല്ല എന്റെ പ്രധാന വിഷയം. ദൈവത്തിന് സ്തോത്രം. ഏതായാലും നിമിഷം കൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്റെ ജനത്തെ പഠിപ്പിച്ചു. വചനമാകുന്നവൻ, സാക്ഷാൽ വചനമായ കർത്താവ് തന്റെ പിന്നാലെ വന്നവരെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതിനോടൊപ്പം കർത്താവ് മറ്റു ചില ശുശ്രൂഷ കൂടെ ചെയ്തു. അതിനകത്ത് കഴിഞ്ഞ ആ സമ്മറിക്കകത്തെ 2-3 കാര്യങ്ങൾ 1 മിനിറ്റ് കൊണ്ട് വേഗത്തിൽ ചിന്തിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ പറയുകയാണ്, യേശു പിന്നെ ഗലീലൊക്കെയും ചുറ്റി സഞ്ചരിച്ചു, അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യാത്രയുടെ യാതനയും ഏറ്റുവാങ്ങി. ഇന്നത്തെ പോലെ സുഖമുള്ളതല്ലല്ലോ അന്നത്തെ കാലത്തെ യാത്ര. കർത്താവ് ചുറ്റി സഞ്ചരിച്ചു എന്ന് ലിറ്ററലായിട്ട് എഴുതിയിരിക്കുന്നത് ചുറ്റി നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചുറ്റി സഞ്ചരിച്ചു എന്നല്ല, ചുറ്റി നടന്നു. ഗലീല എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ നടന്ന് ശുശ്രൂഷിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. യാത്രയുടെ യാതനയും കൂടെ സ്വയമേ ഏറ്റുവാങ്ങുന്നു. എന്തിനാണ്? കർത്താവ് പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കണം.
അതിന് കർത്താവ് കാണാതെ പോയതിനെ അന്വേഷിച്ച്, കർത്താവിന്റെ ഉപമയിൽ പറഞ്ഞ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് പോയ ഇടയനെ പോലെ ഗലീലയിലെ ഓരോ ഗ്രാമങ്ങളിലൂടെയും യേശു കർത്താവ് അന്വേഷിച്ച് വരികയാ. അങ്ങനെ ചുറ്റി സഞ്ചരിച്ച കർത്താവ്, അക്ഷരികമായി ചുറ്റി സഞ്ചരിച്ച കർത്താവ് ഇന്ന് രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയിലും ഇവിടെയും പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഡിട്രോയിറ്റിൽ നിന്നും എൻ്റെ പ്രിയ സഹോദരി മേഴ്സി സിസ്റ്ററുണ്ട്. ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരും ആയിരിക്കുന്ന ഓരോ സ്ഥലത്തേക്കും ഇന്ന് രാത്രി കർത്താവ് വരുക. അവൻ നമ്മുടെ അടുക്കിലേക്ക് വരും. കാണാതെ പോയതിനെ കണ്ടെത്തുവോളം അന്വേഷിക്കുന്ന ഇടയനാ ഞാൻ നല്ല ഇടയനാണെന്ന് ഇസ്രായേൽ ജനതയെ പഠിപ്പിക്കുവാനായിട്ട്, മനസ്സിലാക്കിക്കുവാനായിട്ട് കർത്താവ് ഓരോ സ്ഥലത്തും ചുറ്റി സഞ്ചരിക്കുന്നു. യാത്രയുടെ യാതന അവന് വിഷയമല്ല, കാരണം കാണാതെ പോയതിനെ കണ്ടെത്തണം. രാത്രി നാം എവിടെ ഇരുന്നാലും ഒരു നിമിഷം സ്വർഗസ്ഥനായ ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ ഇങ്ങനെ നടന്നു വരികയാ. യാത്രയുടെ യാതനയെല്ലാം മാറ്റി വെച്ചിട്ട് അവൻ എൻ്റെ അരികിലേക്ക് വരികയാ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വിശ്വസിച്ചു, എൻ്റെ അരികിലേക്ക് അവൻ വന്നിരിക്കുക. ഹല്ലേലൂയ. അവരവരുടെ ഭവനങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഭവനത്തിലേക്ക് യേശു അടുത്ത് വരുന്നു. ആ യേശു അടുത്ത് വന്നിട്ട് അവിടെ പറയുകയാണ്, അവൻ ഉപദേശിച്ചു. ഉപദേശിച്ചു മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, he taught the word of God. He taught. അവൻ പഠിപ്പിച്ചു. അവൻ എന്താ പഠിപ്പിച്ചത്? 5 മുതൽ അധ്യായങ്ങള്. ബന്ധങ്ങളെല്ലാം അടുത്തു വരണം. ഹല്ലേലൂയ. ഏതെങ്കിലും മേഖലയിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അകലങ്ങൾ ദൈവ സാന്നിധ്യ നിമിത്തം, ഹല്ലേലൂയ, സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവാകുന്ന ക്രിസ്തുവേശു, ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവേശു എന്നെ തേടി എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ അവന് എന്തോ ഒരു ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. അവൻ പറയുകയാണ്, ഒരു ഉണർവ് നിനക്ക് ആവശ്യമായിരിക്കുന്നു, ഒരു റിവൈവൽ നിനക്ക് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ അരികിലേക്ക് വരികയാണ്. എത്ര പേർക്ക് വിശ്വാസ കണ്ണുകൾ കൊണ്ടൊന്ന് കാണാൻ സാധിക്കും? യേശു കർത്താവ് എൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവൻ ചുറ്റി സഞ്ചരിച്ചു. രണ്ടാമത് പറയുകയാണ്, അവൻ പള്ളികളിൽ ഉപദേശിച്ചു. അവൻ പഠിപ്പിക്കുന്നവനാ. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മൾ പാഠം ഇനി പഠിക്കാനുണ്ടല്ലോ. ശ്രദ്ധിക്കണമേ, ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയക്കുറവുണ്ട്, പറയുന്നില്ല. പഠിക്കാൻ ഇനി ഒത്തിരി കിടക്കുന്നില്ല. ഞാൻ എപ്പോഴും ഓർക്കും, ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന നമുക്ക് യേശുവിനെ ഇന്നും വേണ്ട പോലെ പഠിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? അവൻ പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. പക്ഷെ നമ്മൾ ഇന്ന് ആത്മീയത്തിന്റെ പരമോന്നതയിൽ നിൽക്കുന്നവരെന്ന് പറയുന്നത് സൗമ്യതയും താഴ്മയും എന്താന്ന് പോലും അറിയത്തില്ല. നമുക്ക് പെർഫോമേഴ്സിനെ മതി, സ്റ്റേജിൽ കസർത്ത് കാണിക്കുന്നവരെ മതി, ഏറ്റവും വലിയവരെന്ന് പറയുന്നവരെ മതി. വചനത്തില് തമ്മിൽ വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീന്ന് വചനം പറയുമ്പോൾ നമ്മളത് മാറ്റി എഴുതി. നമ്മളിപ്പോ വായിക്കുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. തമ്മിൽ വലിപ്പം ഭാവിച്ചുകൊണ്ട് വലിയവരോട് ചേർന്ന് കൊള്ളുവീൻ. നമുക്ക് ചെറിയവരെ കാണാൻ കണ്ണില്ലാതായി. വേദപുസ്തകം പറയുന്നത് ഒന്നും ഗ്രഹിക്കാതെ യേശു കർത്താവ് ഇറങ്ങി എൻ്റെ അവസ്ഥയിൽ എന്നോടുകൂടെ, he walks with me, he gets into my shoe and he shows the empathy. But we rather love to run away and we go after the carnal worldly things. ഈ ലോകത്തിന്റെ പിന്നാലെ ഓടി ലോകത്തിന്റെ മാതൃകകളെ നാം അനുകരിക്കുന്നവരായി തീർന്നിരിക്കുന്നു. യേശുവിന്റെ താഴ്മ എവിടെ? യേശുവിന്റെ സൗമ്യത എവിടെ? ഹല്ലേലൂയ. ആ ഉന്നത ഭാവം നടിച്ചുകൊണ്ട് നടക്കുന്നവരുടെ പിന്നാലെ ഓടുന്ന ഒരു കാലഘട്ടത്തില് ഇന്ന് രാത്രി കർത്താവ് പറയാണ്, എനിക്ക് ഇനി നിന്നെ കുറച്ച് കാര്യം കൂടെ പഠിപ്പിക്കാനുണ്ട്. നീ എന്നെ വേണ്ട പോലെ ഇന്നും പഠിക്കുന്നില്ല. നീ എന്തിന്റെയൊക്കെയോ പുറകെ ഓട്ടത്തിലാണ്. എനിക്ക് ഇനിയും പഠിപ്പിക്കുവാനുണ്ട്. നമ്മുടെ പള്ളികളിലേക്ക് അവൻ വരുന്നു. യേശു വരുന്നു. ഈ ദിനങ്ങളില് എൻ്റെ വിശ്വാസം നമ്മുടെ ചർച്ചിലേക്ക് കർത്താവ് വന്നിട്ട് പറയുകയാണ്, നിങ്ങളോട് ഇനിയും എനിക്ക് ഒത്തിരി കാര്യം ഇനി പഠിപ്പിക്കുവാനുണ്ട്. ഇനിയും പഠിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ കിടക്കുന്നു. കാരണം വേണ്ടും പോലെ പഠിക്കുന്നില്ല. നമ്മളൊക്കെ എവിടെ അറ്റവും വാലും പിടിച്ചിട്ട് ഓട്ടത്തിലാ, അവിടവും ഇവിടവും പിടിച്ചിട്ട് ഓട്ടത്തിലാ, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാ. ഹല്ലേലൂയ.
വലിയ പ്രതിസന്ധിയിലൂടെ ദൈവസഭ കടന്നു പോകുന്നു. സഭ സ്ട്രോങ് ആകണം. അതിന് യേശുവിന്റെ ടീച്ചിങ് വേണം. We had to get back to the basics. We had to get back to the word of God. തിരുവഴുത്തുകളിലേക്ക് മടങ്ങി പോകണം. ലൂതറിലൂടെ ആയാലും വെസ്ലിയിലൂടെ ആയാലും മൂഡിയിലൂടെ ആയാലും ഉണ്ടായ എല്ലാ റിവൈവലുകളും they were calling people back to the word of God. ദൈവവചനത്തിലേക്ക് മടങ്ങി പോകുന്ന അനുഭവത്തിൽ മാത്രമാണ് ആ റിവൈവൽ നടന്നത്. അതിനുശേഷമായിട്ട് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. യേശു കർത്താവ് നമ്മൾ പറയുകയാണ്, എന്നെ അനുകരിക്കണം. കർത്താവിനെ കണ്ട് അതുപോലെ ചെയ്യാനാണ് ശിഷ്യന്മാരെ വിളിച്ചത്. രാജ്യത്തിന്റെ സുവിശേഷം ഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാൽ 10 വർഷം വടക്കേ ഇന്ത്യയുടെ പല ഗ്രാമങ്ങളില് ഉൾപ്രദേശങ്ങളില് പയനിയർ വർക്ക് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ അന്ന് തുടങ്ങിയ മിനിസ്ട്രി 100-ലധികം പ്രവർത്തകരുമായിട്ട് ഇന്നും വടക്കേന്ത്യയിലുണ്ട്. ഇന്നലെ അവരെല്ലാം ഒരുമിച്ച് ഞങ്ങൾ മാസത്തിൽ ഒരിക്കലുള്ള മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, പെർസിക്യൂഷൻ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയരുത്, കർത്താവിനോട് ഏറ്റവും സ്നേഹമുള്ളത്. പെർസിക്യൂഷൻ ചുമ്മാ അത് ഇമാജിൻ ചെയ്യുന്ന നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം നമ്മൾ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷം ഇന്ന് ഘോഷിപ്പാൻ ആളില്ല. നമ്മൾ പ്രഭാഷണങ്ങളുടെ പുറകെയാ. രാജ്യത്തിന്റെ സുവിശേഷം, ക്രിസ്തുയേശുവിന്റെ സുവിശേഷം, മാറ്റമില്ലാത്ത ദൈവ സ്നേഹത്തെ കുറിച്ച് കേൾക്കാത്തവരോട് ഘോഷിക്കുവാനുള്ള ദാഹം കുറഞ്ഞു പോകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എന്റെ ഉള്ളിൽ കർത്താവ് തരുന്ന വേദന എന്ന് പറയുന്നത്, we must preach Jesus and his kingdom. അവനെ ഘോഷിക്കുന്നതിൽ നമ്മൾ കുറവിന് പോകുവാൻ പാടില്ല. അവൻ കാണിച്ചു തന്ന മാതൃക. ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് ഇന്ന് രാത്രി കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ നിർത്തുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ ശ്രുതി സുറിയിലൊക്കെയും പരന്നു. സുറിയാണ് ലാർജർ റീജിയൻ. ഇസ്രായേലിനെക്കാളും വലിയ ലാർജർ റീജിയൻ സിറിയാണ്. ഇസ്രായേൽ അതിന്റെ ഒരു ഡിസ്ട്രിക്ട് മാത്രമാണ്. ദൈവത്തിന്റെ സ്തോത്രം. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ദൈവത്തിന്റെ സ്തോത്രം. വളരെ പുരുഷാരം അവരെ പിന്തുടർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ജീവിതത്തിൽ 30 വർഷമായി ശുശ്രൂഷയിൽ കർത്താവിനെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്ന കാര്യം, യേശു കർത്താവിന്റെ ശുശ്രൂഷ അതൊരു ഹീലിംഗ് മിനിസ്ട്രിയാണ്. ഹല്ലേലൂയ. ഹീലിംഗ് നടക്കണം. ആത്മീയ ശുശ്രൂഷ സൗഖ്യം നടക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അത് അശരീകമായി നടക്കണം, ആത്മീകമായി നടക്കണം. ആത്മീകമായ ഉള്ളതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞത് ബന്ധങ്ങളിലെ ഹീലിംഗ് ഉണ്ടാകണം. ഹൃദയത്തിന്റെ മുറിവുകൾ കരിയണം. പരസ്പരം ഉണ്ടാക്കിയ മുറിവുകൾ കരിയണം. മുറിവുകൾ കരിക്കുന്നതാണ് കർത്താവിന്റെ ശുശ്രൂഷ. സകല വ്യാധികളെയും അവൻ സൗഖ്യമാക്കി. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ സമ്മറിക്കകത്ത് ഇതുണ്ട്. ഇന്ന് ചിലർക്ക് ഇതിനെതിരെ പ്രസംഗിക്കുന്നവരുണ്ട്. വളരെ ദുഃഖം തോന്നുന്നു. വചനം വേണ്ടും പോലെ വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ശുശ്രൂഷയിൽ ഹീലിംഗ് ഉണ്ട്. ഞാനത് അനുഭവിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ വളരെ കുഞ്ഞു നാളിൽ മുതൽ ഇന്ന് വരെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യദായകനാകുന്ന യേശു. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടുന്നവൻ, അശരീക മുറിവുകളെ കെട്ടുന്നവൻ, ജനത്തിന്റെ മുറിവുകൾ, വേദനകൾ, വ്യാധികൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ. ഒരു നാളിൽ ഫറവോന്റെ ഇരുമ്പുലമ്പിൽ കിടന്ന ജനം അവർ യഹോവയോട് നിലവിളിച്ചു. കർത്താവ് ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള ഹല്ലേലൂയ നിലവിളി കേൾക്കുന്ന ദൈവം ഇറങ്ങി വന്ന് വേദനകൾക്ക് പരിഹാരം തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരും അതിനെതിരെ പറയേണ്ട കാര്യമില്ല. ഇത് നാം അനുഭവിക്കണം. അതിൽ കുറയരുത്. റിവൈവൽ എന്ന് പറഞ്ഞാൽ സൗഖ്യത്തിന്റെ ശുശ്രൂഷയുണ്ട്. പക്ഷെ ഉപദേശം മാറ്റിവെച്ചിട്ടല്ല, പ്രസംഗം മാറ്റിവെച്ചിട്ടല്ല, തിരുവെഴുത്ത് മാറ്റിവെച്ചിട്ടല്ല. Through the word of God. It should happen through the word of God. Hallelujah. ദൈവവചനം പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. I am the Lord that heals you. ഇന്ന് ഈ ലൈനിൽ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഇന്ന് രാത്രി കർത്താവിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ അല്പം അറിഞ്ഞ വ്യക്തി, അല്പം കൂടെ അറിയാൻ ദാഹമുള്ള വ്യക്തി എന്ന നിലയിൽ നിങ്ങളോട് പറയട്ടെ, അവൻ നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ അവൻ നമ്മെ പഠിപ്പിക്കും, അവൻ ഉപദേശിക്കും. അവൻ ഉപദേശിച്ചിട്ട് ഓടിപ്പോകത്തില്ല. നമ്മിലുള്ള ഇൻഫർമിറ്റീസ്,
നമ്മിലുള്ള കുറവുകൾ, നമ്മുടെ വ്യാധികൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ഹൃദയത്തിന്റെ നിലവുകളെ അറിഞ്ഞിട്ട് അവനൊന്ന് കൈ നമ്മുടെ മേൽ വയ്ക്കും. അവൻ കരമൊന്നും വെക്കാതെ ഓടിപ്പോകത്തില്ല. അവന് തിരക്കൊന്നുമില്ല. യേശുവിന് തിരക്കില്ല. പ്രസംഗകർക്കൊക്കെ തിരക്കാം, പക്ഷെ യേശുവിന് തിരക്കൊന്നുമില്ല. അവൻ അടുത്ത് വന്ന് അവൻ കരം വെക്കും. ഹല്ലേലൂയ. അവൻ കരം വെച്ച് സൗഖ്യമാക്കും. അവൻ വിടുവിക്കുന്ന ദൈവമാ, പരിഹാരം തരുന്ന ദൈവമാ. എന്നാൽ അതോടൊപ്പം ഒരു വാക്യം കൂടെ കർത്താവ് എന്നെ ഓർപ്പിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനോടുകൂടെ കഷ്ടം അനുഭവിപ്പാനും വരം നൽകിയിരിക്കുന്നു. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം അവസാന വാക്യം. അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുക. എന്നാൽ കർത്താവ് വന്നാൽ അവന്റെ ഇഷ്ടപ്രകാരം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 12, 13, 14 വാക്യങ്ങള് സമയമുള്ളപ്പോൾ വായിക്കണം. എനിക്ക് സമയക്കുറവുകൊണ്ടാണ് വായിക്കാത്തത്. കർത്താവ് പറയുകയാണ്, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അവൻ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ അവനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. That is a condition. പിതാവ് പുത്രനിൽ മഹത്വപ്പെടണം. അല്ലാത്ത സൗഖ്യം ഒന്നും കർത്താവ് ചെയ്യണമെന്നില്ല. അല്ലാത്ത കാര്യങ്ങളൊന്നും മറുപടി നൽകണമെന്നില്ല. പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാനായിട്ട് അവൻ നമ്മുടെ യാചനകൾക്ക് മറുപടി തരും. എത്ര പേർക്ക് ഒന്ന് ഉറച്ചു പറയാൻ പറ്റും, എന്റെ യേശു എന്റെ അരികിലുണ്ട്. അവൻ എന്റെ അരികിൽ വന്നാൽ അവൻ എന്നെ ചിലതൊക്കെ പഠിപ്പിച്ചിട്ട് ഓടിപ്പോകത്തില്ല. അവന്റെ കരമൊന്ന് എന്റെ മേൽ വയ്ക്കും. അവൻ സൗഖ്യം നൽകും. ഇന്ന് രാത്രി എന്റെ ദാഹം, എന്റെ ആഗ്രഹം, ഈ ലൈനിലായിരിക്കുന്ന എന്റെ വാത്സല്യ മാതാവ്, പിതാവ്, സഹോദരങ്ങൾ, സ്നേഹിതർ, ദേവദാസന്മാർ, നമ്മുടെ ഹൃദയത്തിന്റെ ഇന്നലകളിൽ ഉണ്ടായ മുറിവുകൾ, ശരീരത്തിന്റെ ഇൻഫർമിറ്റീസ്, ബന്ധങ്ങളിലെ പ്രതിസന്ധികൾ, എവിടെയോ പരിഹരിക്കാൻ കഴിയാതെ പറഞ്ഞിട്ടും തീരുന്നില്ല. എത്ര പറഞ്ഞിട്ടും തീരാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ, രോഗം ഡോക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്തിട്ട് തീരാത്ത ചില രോഗങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു അരികിൽ വന്നാൽ എന്റെ കർത്താവിനോട് ആർദ്രതയോടെ ഇടപെടുന്നവനാ. He's a compassionate God. He will stretch out his hand and he will touch me and he will restore me. എന്നെ വിടുവിക്കും, എന്നെ വീണ്ടെടുക്കും, എന്നെ ഒന്നുകൂടെ പണിയും. ഹല്ലേലൂയ. വിശ്വാസമുള്ളവര് ഒന്ന് ഹൃദയത്തിലേക്ക് കൈവയ്ക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഒരു നിമിഷം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ ആർദ്രത മുമ്പാകെ ആ കാരുണ്യവാനാകുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് കളിമണ്ണ് പോലെ ഒരു കൊച്ചു കുഞ്ഞിനെ, ഹല്ലേലൂയ, ജനിച്ച ഉടനെ എടുത്ത തൊട്ടിയിലേക്ക് കിടത്തുന്നത് പോലെ അവന്റെ കയ്യിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുമോ? അവൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവൻ കരം നീട്ടും. ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്ത് ആ തൊട്ടിയിലേക്ക് കിടത്തുന്നത് പോലെ ഒന്ന് നമ്മെ എടുത്ത് വിശ്വാസത്തോടെ യേശു കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് വെക്കുക. ഹല്ലേലൂയ. അവൻ അവരെ സൗഖ്യമാക്കി, അവരുടെ സകല വ്യാധികളെയും സൗഖ്യമാക്കി. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ദൈവ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു. യേശുവുമായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യുക. വിശ്വാസത്താൽ കൂട്ടായ്മയുടെ ബലത്തിൽ ഞങ്ങൾ കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കുകയാണ്. ദൈവവചനത്തിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ അടുക്കിലേക്കും കടന്നു വരുന്ന കർത്താവ്, ഗലീലയിലെ ഗ്രാമങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചവൻ ഇന്ന് രാത്രി ഞങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിലേക്ക് നടന്നു വന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഉപദേശിച്ച്, ഹല്ലേലൂയ, അവിടുത്തെ കരം ഈ സമയം ഒന്ന് ഞങ്ങളുടെ മേൽ വെച്ച് സ്വർഗത്തിലെ ദൈവം വചനപ്രകാരം ഞങ്ങളുടെ കുറവുകളെ ഒന്ന് പണിയണം. കർത്താവേ, ജോലി മേഖലയില്, ശാരീരിക ക്ലേശങ്ങളില്, വേദനകളില്, ഞാൻ വീണ്ടും പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചതുപോലെ ബന്ധങ്ങളിലെ മുറിവുകൾ, ഹൃദയത്തിന്റെ മുറിവുകൾ, വേർപാട്, വിവിധമായ ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, വ്യാധികൾ, ഇന്ന് രാത്രി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. വിടുതൽ നടക്കട്ടെ. ഞങ്ങൾ ഒന്ന് ചേർന്ന് ഏകമനസ്സോടെ പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, ചില മേഖലകളിൽ ജയമുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ കർത്താവിന്റെ കരം നിന്റെ ജനത്തെ തൊടണം. ശക്തി വ്യാപരിക്കണം.
ശക്തി പുറപ്പെടണം. അപ്പച്ചന്റെ കരം പ്രവർത്തിക്കണം. ഓ റബശത്തര സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് ഞങ്ങളുടെ മേൽ ഇപ്പോഴുണ്ട്. അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുക. ഞാനത് കാണുന്നു, വിശ്വസിക്കുന്നു നാഥാ. ചില ജീവിതങ്ങളിൽ അത്ഭുതകരമായ ദൈവപ്രവർത്തി നടക്കും നടക്കും നടക്കും. അവൻ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ഇന്നും പ്രവർത്തിക്കുന്നവൻ. അവൻ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മെ പുതുക്കുന്ന ദൈവം. അവൻ നമ്മെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ ദൃഷ്ടി വെച്ച് ആലോചനയുണ്ട്. നിന്റെ ഭാരം അവന്റെ മേൽ വെക്ക്. അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാ. ഭാരത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന് നിന്നെ ജയോത്സവമായി നടത്തുന്ന കർത്താവ്. ഹല്ലേലൂയ. അത്ഭുതകരമായി തന്റെ കരം ഇന്ന് രാത്രി, ഇന്ന് രാവിലെ സമയം നിന്റെ മേൽ അവൻ വെക്കട്ടെ. വിശ്വസിച്ച് ഏറ്റെടുക്ക. ഹല്ലേലൂയ. കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് ഇതിന്റെ വചനത്തിനായി നന്ദി പറയുന്നു. You are a compassionate God. Have mercy on your people. നിന്റെ ജനത്തോട് ആർദ്രമായി ഇടപെടണം. നിന്റെ കരം നീട്ടേണം. യേശു കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തി ഞങ്ങളൊന്ന് തൊട്ടറിയട്ടെ. നിന്റെ ഉപദേശങ്ങൾ വില തരുന്നപ്പച്ചാ, നിന്റെ വാക്കുകൾ ഞങ്ങൾ അനുസരിക്കും കർത്താവേ. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതാ നിന്റെ കൃപയ്ക്ക് നന്ദി അപ്പച്ചാ. നിന്റെ കരുണയ്ക്ക് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് തന്നെ ഞങ്ങൾ ഫോൺ എടുത്ത് വിളിച്ച് മറ്റുള്ളവർ പറയും, സോറി, എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. ബന്ധങ്ങളുടെ വിടവുകൾ ഇന്ന് പരിഹരിക്കപ്പെടണം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ 7 വർഷമായി സംസാരിച്ചിട്ട്, 5 വർഷമായി സംസാരിച്ചിട്ട്, 3 വർഷമായി സംസാരിച്ചിട്ട് സഹോദരനോട് ഹൃദയം തുറന്ന് ഇടപെട്ടിട്ട് ഇന്ന് ആ പ്രതിസന്ധി മാറണം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കരങ്ങളിലേക്ക് തരുന്ന നാഥാ, തന്ന സമയത്തിന് നന്ദി പറയുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥാ. നിന്റെ കൃപകൾക്ക് നന്ദി. നിന്റെ കരങ്ങളിൽ താണിരിപ്പാൻ, വിനയത്തോടെ ഇരിപ്പാൻ, താഴ്മയോടെ ജീവിപ്പാൻ, സൗമ്യയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒന്നുകൂടെ പഠിപ്പിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.